ഇന്നത്തെ കാലത്ത് ലിവിങ് ടുഗെദർ, സിംഗിൾ മദർ, അതുപോലെ വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഒത്തിരി യുവജനങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സഭ എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന് പറയാമോ? നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ മനുഷ്യര് അല്ലെങ്കിൽ യുവജനങ്ങള്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിലും ഇത് വളരെ വ്യാപകമാണ് എന്നാണ്. വിവാഹമൊന്നും ആവശ്യമില്ല, ഇതൊക്കെ ചുമ്മാ ഭാരമാണ്, ബാധ്യതയാണ്, ഇതൊന്നും നമുക്ക് എന്തിനാണ് ഈ വയ്യാവേലികൾ എടുത്ത് തലവെക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ ഒരാൾ അങ്ങനെ വിവാഹം കഴിക്കുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ ആ തീരുമാനത്തെക്കുറിച്ച് സഭയ്ക്ക് അതിനെ സഭ ബഹുമാനിക്കുന്നു. ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നില്ല, ഏകസ്ഥയായി ജീവിക്കാൻ തീരുമാനമെടുത്തു, അത് ആ വ്യക്തിയുടെ സ്വതന്ത്രമായ തീരുമാനമാണ്, സഭ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. എനിക്ക് പുരുഷന്മാരുമായിട്ടുള്ള ജീവിതം താല്പര്യമില്ല, പുരുഷകുലത്തെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ അത് ഒരു മാനസികമായ പരിമിതിയാണ്. ആ പരിമിതിയെ അതിജീവിക്കാൻ ആ വ്യക്തിയെ സഹായിക്കേണ്ടതുണ്ടാകാം ചിലപ്പം. അതല്ല എങ്കിൽ ഗർഭധാരണം, പ്രസവം, അതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം വിവാഹം വേണ്ട എന്ന് വയ്ക്കുന്ന പെൺകുട്ടികളുണ്ട്. അതും ശരിയായ അവബോധത്തിലൂടെ അവരെ തിരുത്തിയെടുക്കേണ്ടതാണ്. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം, ഭൂമിയിൽ കീഴടക്കണം എന്ന് ഉൽപ്പത്തി പുസ്തകം 1:27 പറഞ്ഞു. അതുകൊണ്ട് ഈ വിവാഹവും വിവാഹത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാളിത്തവും രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് എന്ന അവബോധം നമ്മുടെ യുവജനങ്ങൾക്ക് കൂടുതലായി നൽകേണ്ടതുണ്ട്. പകരം അവര് ചിലപ്പോഴൊക്കെ തിരഞ്ഞെടുക്കുന്ന വഴികൾ, അതിനെക്കുറിച്ച് സഭയ്ക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. കൂടിത്താമസം എന്ന് പറയുന്ന കോഹാബിറ്റേഷൻ, വിവാഹബന്ധത്തിൻ്റെ ഉടമ്പടികളൊന്നുമില്ലാതെ സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നു. അവ കുറെ കാലം താമസിച്ചു കഴിഞ്ഞ് അതിൽ മക്കളുണ്ടായാൽ മക്കളെ അവരുടെ വഴിക്ക് വിടുന്നു. അവർക്ക് മറ്റൊരാളിൽ താല്പര്യം തോന്നുമ്പോൾ അടുത്ത ബന്ധത്തിലേക്ക് കടന്നു പോകുന്നു. അപ്രകാരമുള്ള ജീവിത ശൈലി തികച്ചും നിരുത്തരവാദപരമായ ശൈലിയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയോടുള്ള വെല്ലുവിളിയുമായിട്ടാണ് സഭ അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അപ്രകാരം ജീവിക്കുമ്പോൾ ഒരു വ്യക്തി സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല, വരും തലമുറയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. സ്വതന്ത്രമായ മനസ്സോടെ ഒരു വ്യക്തി വിവാഹം വേണ്ട എന്ന് വയ്ക്കുന്നതിനെ സഭ ആദരിക്കുന്നു. അതേസമയം മറ്റെന്തെങ്കിലും തെറ്റായ ചിന്തകൾ വഴിയാണ് അവരെ അതിൽ നിന്ന് തിരുത്താൻ സഭ പരിശ്രമിക്കും. അതല്ല, പകരം പാപകരമായ വഴികളാണ് ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അത് തെറ്റാണ് എന്നും സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇവര് തമ്മിൽ കുറച്ചു നാൾ ഒരുമിച്ച് താമസിച്ച് സ്നേഹം അസ്തമിച്ചു, പിരിഞ്ഞുപോയി. ആ കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കും? അതാണ് വരും തലമുറയോടുള്ള കരുതല് എന്ന് പറയുന്നത്. ചില ധാർമ്മിക ദൈവശാസ്ത്രജ്ഞന്മാർ അതിനെ തേർഡ് പേഴ്സൺ എത്തിക്സ് എന്ന് പറയും. ഞാനും നീയും തമ്മിൽ മാത്രമല്ല ധാർമ്മികത, വരാനിരിക്കുന്ന തലമുറയോടും നമുക്കൊരു ധാർമ്മിക ബന്ധമുണ്ട്, ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണം. നമ്മൾ എന്തുകൊണ്ടാണ് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നത്? നമുക്ക് കുറെ പേർക്ക് കുറച്ചു കാലം ജീവിച്ചാൽ പോരാ, വരും തലമുറയ്ക്ക് വേണ്ടി കൂടി ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രകൃതിയെ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യരുത് എന്ന് നമ്മൾ പറയുന്നത്. സമാനമായി നമുക്ക് പറയാൻ സാധിക്കും, ഒരു യുവാവിനും യുവതിക്കും തൻ്റെ ശരീരത്തിൻ്റെ സന്തോഷങ്ങൾ മാത്രം തേടാനുള്ളതല്ല ലൈംഗികതയും വിവാഹ ആഭിമുഖ്യങ്ങളും, മറിച്ച് വരും തലമുറയോടുള്ളൊരു ഉത്തരവാദിത്വം
അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നാം മനസ്സിലാക്കും. അതല്ല എങ്കിൽ ദൈവീക പദ്ധതി പ്രകാരം മറ്റ് ജീവിതാന്തസ്സുകൾ തിരഞ്ഞെടുക്കുന്നു. ഇപ്പൊ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് ജീവിക്കാൻ ഒരാൾ തീരുമാനിക്കുന്നു. അത് ആ വ്യക്തിയുടെ സ്വതന്ത്രമായ തീരുമാനമാണ് എങ്കിൽ സഭ അതിനെയും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അല്ലാത്ത ചിന്താഗതികൾ വാസ്തവത്തിൽ അനാവശ്യ ഭയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതും നിരുത്തരവാദപരമായ തീരുമാനങ്ങളിൽ നിന്നുണ്ടാകുന്നതും അതുപോലെ തന്നെ വരും തലമുറയോട് കരുതലില്ലാത്ത സ്വാർത്ഥതയിൽ നിന്ന് ഉത്ഭവിക്കുന്നതുമാണ് എന്ന് കരുതേണ്ടി വരും.